അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാൻ ടാഗോർ വന്ന വർഷം? ഉത്തരം 1922. അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാൻ ഗാന്ധിജി എത്തിയ വർഷം? ഉത്തരം 1925. ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം? ഉത്തരം 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏതാണ്? ഉത്തരം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. എത്ര ക്ഷേത്രങ്ങൾ നാരായണ ഗുരു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുണ്ട്? ഉത്തരം 43. അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും സോദരതേന് വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മാതൃകാസ്ഥാനം ഏതിനെ പറ്റിയാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം അരുവിപ്പുറം ക്ഷേത്രം. അദ്വൈത ദീപിക ആരുടെ രചനയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം? ഉത്തരം 1853 ഓഗസ്റ്റ് 25. അയ്യങ്കാളി ജനിച്ച വർഷം? ഉത്തരം 1863. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരിൽ. അയ്യങ്കാളി 1907 ആരംഭിച്ച സംഘം ഏതായിരുന്നു? ഉത്തരം സാധുജന പരിപാലന സംഘം. അയിത്ത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പ്രശസ്തനായ മഹാൻ? ഉത്തരം അയ്യങ്കാളി. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം? ഉത്തരം 1911. സഹോദരൻ അയ്യപ്പൻ ജനിച്ച വർഷം? ഉത്തരം 1889. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം? ഉത്തരം വൈപ്പിൻ ദ്വീപിലെ ചെറായി. ഈഴവ മെമ്മോറിയൽ സമർപ്പണം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ഡോക്ടർ പൽപ്പു. അയിത്തോച്ചാടനത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരം ഏതായിരുന്നു? ഉത്തരം വൈക്കം സത്യാഗ്രഹം. കർമ്മത്താൽ തന്നെ ചണ്ടാളൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞ മഹാൻ? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ മാർച്ചിൽ പാടിയ വരിക വരിക സാഹചര്യ സഹന സമര സമയമായി എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഹംഷി നാരായണപിള്ള. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച 2 വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം JP പിള്ള, KP ശങ്കരമേനോൻ. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി? ഉത്തരം ഇളമ്പള്ളൂർ ക്ഷേത്രം. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് ആരാണ്? ഉത്തരം പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന് അർഹരല്ലെന്ന ഹിറ്റ്ലറുടെ പ്രസ്താവന കേട്ട് ചൊടിക്കുകയും നാസി നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുണ്ടാക്കുകയും ചെയ്ത മലയാളിയെ? ഉത്തരം ചെമ്പകരാമൻ പിള്ള. ചെമ്പകരാമൻ പിള്ളയുടെ ജന്മദേശം? ഉത്തരം തിരുവനന്തപുരം.
ചെമ്പകരാമൻ പിള്ള ജനിച്ച വർഷം. ഉത്തരം 1891 സെപ്റ്റംബർ 15. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി? ഉത്തരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കാൾ മാർക്സിനെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ? ഉത്തരം പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. 1933 ജാതി നാശിനി സഭയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ആനന്ദ തീർത്ഥൻ. ആനന്ദ തീർത്ഥന്റെ ജന്മദേശം? ഉത്തരം തലശ്ശേരി. കേരളത്തിൽ ഐത്തോച്ചാടനത്തിനു വേണ്ടി ദേശാഭിമാനി വാരികയിലൂടെ നിർഭയനായി പ്രവർത്തിച്ച നേതാവ്? ഉത്തരം TK മാധവൻ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരള പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മദേശം? ഉത്തരം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ആനന്ദമഠത്തിന്റെ സ്ഥാപകൻ? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. 1912 നായർ സമുദായ പ്രത്യജന സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. നായർ സമുദായ പ്രത്യജന സംഘം പിന്നീട് ഏത് പേരാണ് സ്വീകരിച്ചത്? ഉത്തരം നായർ സർവീസ് സൊസൈറ്റി. കല്ലുമാല പ്രക്ഷോഭം നയിച്ചത് ആരാണ്? ഉത്തരം അയ്യങ്കാളി. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ കാൽനട പ്രചരണ ജാഥ അറിയപ്പെട്ടത് ഏതു പേരിലായിരുന്നു? ഉത്തരം യാചനായാത്ര. ജന്മിക്കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ഉത്തരം ആയില്യം തിരുനാൾ രാമവർമ്മ. വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകിയ വിളംബരം? ഉത്തരം ജന്മിക്കുടിയാൻ വിളംബരം. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യാവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭം? ഉത്തരം പൗരസമത്വവാദ പ്രക്ഷോഭം. ഹൈദരാലിയും ഡച്ചുകാരും തമ്മിൽ കൊടുങ്ങല്ലൂർ യുദ്ധം നടന്ന വർഷം? ഉത്തരം 1778. കുളച്ചൽ തുറമുഖത്ത് വെച്ച് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുണ്ടായ യുദ്ധം? ഉത്തരം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഉത്തരം 1741. 1510 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ നടന്ന യുദ്ധം? ഉത്തരം കോഴിക്കോട് യുദ്ധം. കോഴിക്കോട് യുദ്ധം നടന്ന വർഷം? ഉത്തരം 1510. സാമൂതിരി ആരുമായാണ് 1510 കോഴിക്കോട് യുദ്ധം നടത്തിയത്? ഉത്തരം പോർച്ചുഗീസുകാർ. 1513 കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ ഉടമ്പടി? ഉത്തരം കണ്ണൂർ സന്ധി. 1540 കോഴിക്കോട് ഏതു വിദേശികളുമായാണ് പൊന്നാനി സന്ധിയിൽ ഒപ്പുവെച്ചത്? ഉത്തരം പോർച്ചുഗീസുകാർ. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിലുണ്ടായ ഉടമ്പടി? ഉത്തരം അഴീക്കോട് സന്ധി. അഴീക്കോട് സന്ധി നടന്ന വർഷം? ഉത്തരം 1661. സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി?
ഉത്തരം നിക്കോളോ കോണ്ടി. സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി. ഉത്തരം അബ്ദുൾ റസാഖ്. സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി. ഉത്തരം ഇബൻ ബത്തൂത്ത. കൊച്ചിയെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി ആരാണ്? ഉത്തരം നിക്കോളോ കോണ്ടി. കൊച്ചിയെക്കുറിച്ച് എഴുതിയ ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാണ്? ഉത്തരം മാഹ്വാൻ. ബ്രിട്ടീഷുകാർക്കെതിരായ സായുധ കലാപത്തിൽ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? ഉത്തരം തലക്കൽ ചന്തു. മലബാറും കിഴക്കൻ ആഫ്രിക്കൻ തീരദേശങ്ങളെയും കുറിച്ചുള്ള വിവരണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ബാർബോസ. കൊല്ലത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി ആരാണ്? ഉത്തരം റബ്ബി ബെഞ്ചമിൻ. 10-ാം ശതകത്തിലെ കേരളത്തെക്കുറിച്ചും ഇവിടത്തെ ചാവേറുകളെക്കുറിച്ചും ആദ്യമായി പരാമർശിച്ച വിദേശ സഞ്ചാരി? ഉത്തരം അബു സെയ്ദ്. കേരളത്തെക്കുറിച്ച് വിവരം നൽകുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി? ഉത്തരം മെഗസ്തനീസ്. വാസ്കോഡ ഗാമ 1498 മെയ് 20 കോഴിക്കോടുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വന്നിറങ്ങിയ കപ്പൽ? ഉത്തരം സാവോ ഗബ്രിയേൽ. സാമൂതിരിയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ പിടികൂടിയ ഗോവയിൽ വെച്ച് വധിച്ച സാമൂതിരിയുടെ നാവിക പടത്തലവൻ ആരാണ്? ഉത്തരം കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. 1924 മാർച്ച് 31 പുലയ ഈഴവ നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരം? ഉത്തരം വൈക്കം സത്യാഗ്രഹം. യാചനായാത്ര സംഘടിപ്പിച്ചത് ആരാണ്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. ജാതി സമ്പ്രദായം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ ജന്മദേശം? ഉത്തരം കണ്ണൂരിലെ പാട്യം. വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷം? ഉത്തരം 1835. ജാതിക്കുമ്മി എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമാജ സ്ഥാപകൻ? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ സഹോദരൻ? ഉത്തരം ആനന്ദയോഗി. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര്? ഉത്തരം യോഹന്നാൻ. വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തു വന്ന വർഷം? ഉത്തരം 1929. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന 2 ഗ്രന്ഥങ്ങൾ? ഉത്തരം അഖിലത്തിരട്ട്, അരുൾനൂൽ. വൈകുണ്ഠസ്വാമികളുടെ ജന്മദേശം? ഉത്തരം നാഗർകോവിലിലെ ശാസ്താംകോയിൽ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജന്മിമാരുടെ നിർബന്ധിത അടിമ വേലയ്ക്കെതിരെ ആഞ്ഞടിച്ച മലയാളി? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി.കെ. കുമാരപ്പണിക്കർ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ.